റിസർവേഷൻ ടിക്കറ്റ് ഉണ്ടായിട്ടും ട്രെയിനിൽ സീറ്റ് ലഭിക്കാതെ ടോയ്ലറ്റിന് സമീപം നിന്ന് യാത്ര ചെയ്യേണ്ടി വന്നു. റെയിൽവേ 60,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന വിധി. കണ്ണൂർ സ്വദേശി ആർട്ടിസ്റ്റ് ശശികല നൽകിയ ഹർജിയിലാണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ നഷ്ടപരിഹാരം വിധിച്ചത്. 4 വർഷത്തെ നിയമപോരാട്ടം വിജയം കണ്ട സന്തോഷത്തിലാണ് കണ്ണൂരിലെ ആർട്ടിസ്റ്റ് ശശികല. 2021 ഓഗസ്റ്റ് 29 തൃശൂരിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള ട്രെയിൻ യാത്രയിലാണ് ശശികലയ്ക്ക് ദുരനുഭവം ഉണ്ടായത്. റിസർവേഷൻ ടിക്കറ്റുണ്ട്, എന്നാൽ സീറ്റ് ലഭിച്ചില്ല. കണ്ണൂർ വരെ ടോയ്ലറ്റിന് സമീപം നിന്ന് യാത്ര ചെയ്യേണ്ടി വന്നു. പലതവണ TTE സമീപിച്ചെങ്കിലും കാര്യമുണ്ടായില്ല. ഒടുവിൽ നിയമപോരാട്ടത്തിനിറങ്ങി. കണ്ണൂർ ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷന് പരാതി നൽകി. ഇപ്പോൾ അനുകൂല വിധിയും നേടി. റെയിൽവേ 60,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഉത്തരവ്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്ക് തന്നെ ട്രെയിൻ വരുന്നു. അപ്പോൾ ഞാൻ എത്തുന്നതോടൊപ്പം തന്നെ ട്രെയിൻ എൻ്റെ മുന്നിൽ വന്നിരിക്കുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ബോഗി നോക്കി ഞാൻ ആ ബോഗിയിലേക്ക് ഞാൻ കയറിയിരുന്നപ്പോൾ കയറുന്ന അടുത്ത് തന്നെയുള്ള ഒരു ബ്ലാങ്ക് സീറ്റ് ഞാൻ അവിടെ ഇരിക്കുക. സീറ്റിലിരുന്നപ്പോൾ TT വന്നു, എന്നോട് പറഞ്ഞു, ചാടി വന്ന് എന്നോട് പറഞ്ഞു ടിക്കറ്റ് കാണിട്ടെന്ന് പറഞ്ഞു. ഞാൻ വേഗം ടിക്കറ്റ് എടുത്ത് കൊടുത്തു. ഇരുന്ന് റിലാക്സ് ആയപ്പോൾ ഞാൻ എൻ്റെ വർത്ത് സീറ്റ് എവിടെ ഞാൻ നോക്കി നടക്കുമല്ലോ. പക്ഷേ അതിലിടയിൽ തന്നെ എത്തി എന്നുള്ളതാണ്. അപ്പോൾ TT വന്നു. അപ്പോൾ തന്നെ ടിക്കറ്റ് നോക്കിയപ്പോൾ എന്നോട് അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് വന്നു പറഞ്ഞു. കൈ ഇങ്ങനെ ആക്കിയിട്ട് ആക്ഷൻ വന്നു. ഞാൻ നേരെ എന്നെ നടത്തിച്ച് TT ഈ ഇപ്പുറത്തെ ബോഗിയുടെ അറ്റത്തിൽ നിന്ന് അപ്പുറത്തെ ബോഗിയുടെ അറ്റത്തേക്ക് പോയപ്പോൾ അവിടെ ടോയ്ലറ്റിൻ്റെ സൈഡിൽ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം അതിൻ്റെ അടുത്ത് തന്നെ താഴത്തുള്ള ഒരു ലോവർ ബർത്തിൽ അദ്ദേഹം കാലും നീട്ടി അവിടെ ഇരിക്കുക. ഞാൻ ഇതിൻ്റെ ചാർട്ടൊക്കെ മറിക്കുന്ന കാണുന്നു. ആ ചാർട്ട് മറിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ടിക്കറ്റ് അദ്ദേഹം ചെക്ക് ചെയ്യുന്നത് എന്തോന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ അങ്ങനെ ഊഹിച്ചു. ഒരു 5-10 മിനിറ്റ് ഇരുന്നപ്പോൾ ഞാൻ ഇതിനൊക്കെ വീണ്ടും ഞാൻ വന്നു ചോദിച്ചു, സാർ എന്താണ് എൻ്റെ സീറ്റ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ അയാൾ അതിനൊന്നും ശബ്ദിച്ചില്ല എന്നുള്ളതാണ്. ആ ശബ്ദിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹം തൽക്കാലം അപ്പോൾ മാത്രമല്ല വണ്ടിയിൽ ഒരുപാട് സീറ്റ് ഉണ്ട് അത്രേ. അറുതുമായിരിക്കാം സീറ്റ്, പക്ഷേ ഉണ്ട് തൽക്കാലം അവിടെ നിർത്തിച്ച് അങ്ങനെ ആ വണ്ടി യാത്ര ഇങ്ങനെ തുടരും. അത് വണ്ടി സൂപ്പർ ഫാസ്റ്റ് ആയതുകൊണ്ട് കൂടുതൽ സ്റ്റോപ്പില്ലാത്ത വണ്ടിയാണ്. കണ്ണൂർ ഇറങ്ങിയ ഉടനെ ഞാൻ കംപ്ലയിൻറ്റ് ഇതിലേക്ക് ഞാൻ എഴുതുകയും അവർ നേരെ പാലക്കാട് ഡിവിഷനിലേക്ക് പരാതി കൊടുത്തു. ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ പാലക്കാട് ഡിവിഷനിൽ നിന്ന് എനിക്ക് മറുപടി വന്നു. താങ്കളുടെ ഈ പരാതിക്ക് അടിസ്ഥാനമായ സംഭവത്തിൻ്റെ ആൾ തിരുവനന്തപുരക്കാരനാണ്, തിരുവനന്തപുരത്തുള്ള ഡ്യൂട്ടിയാണ് അദ്ദേഹം. അവർക്ക് നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തിട്ട് പറഞ്ഞു. അങ്ങനെ എനിക്ക് വന്ന ലെറ്ററിൽ ഈ വ്യക്തിയെ ശക്തമായ രീതിയിൽ താക്കീത് ചെയ്യുന്നു. യാത്രക്കാരോട് ഏത് രീതിയിൽ പ്രതികരിക്കണമെന്നോ അവരെ എങ്ങനെ മാനിക്കണമെന്നുള്ളത് പഠിപ്പിച്ചുകൊണ്ടുള്ള നല്ലൊരു ബോധവൽക്കരണം അത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് റെയിൽവേ ഇങ്ങോട്ട് ഖേദം പ്രകടിപ്പിക്കുന്ന എനിക്ക് മറുപടി വന്നത്. ഈ വിധിച്ചത് എന്ന് പറഞ്ഞാൽ അവരിപ്പം വായിച്ചത് 50,000 രൂപ നഷ്ടപരിഹാരവും 10,000 രൂപ കോടതി ചെലവാണ് അവർ ആവശ്യപ്പെട്ടത്, എനിക്ക് അനുവദിച്ചിട്ടുള്ളത്. ഇത് ശശികലയുടെ ആദ്യത്തെ പോരാട്ടമല്ല. നേരത്തെ സ്വകാര്യ ബസ് ജീവനക്കാരുടെ അനാസ്ഥക്കെതിരെയും പോരാട്ടം നടത്തി അനുകൂല വിധി നേടിയിരുന്നു. ആ ബസ് സ്റ്റോപ്പിൽ നിർത്താത്തതിന് പകരം ഞാൻ കേസ് പോലെയായിരുന്നു. കണ്ണൂർ ഇതേ ഉപഭോക്തൃ തന്നെ അതിന് 25,000 രൂപ എനിക്ക് നഷ്ടപരിഹാരം വിധിച്ചിട്ടുണ്ട്. പലർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും മൗനം പാലിക്കാറാണ് പതിവ്. അവിടെയാണ് ആർട്ടിസ്റ്റ് ശശികലയുടെ ഈ ഒറ്റയാൾ പോരാട്ട വിജയം. പ്രൈം 21 കണ്ണൂർ.